ഇടത് വലത് മുന്നണികൾക്ക് ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് കാസർകോട്ട്. മണ്ഡലം രൂപീകരിച്ചതു മുതൽ CPIM-ന്റെ ഉറച്ച കോട്ടയാണ്. AKGയെ പാർലമെന്റിലേക്ക് അയച്ചു തുടങ്ങിയ അന്നു തൊട്ട് ചുവപ്പിനെ നെഞ്ചേറ്റുന്ന മണ്ഡലം. കേരളത്തിൽ അലയടിച്ച 2019 UDF തരംഗത്തിൽ ഒരിക്കലും കൈവിടില്ല എന്ന് കരുതിയ കാസർഗോഡും CPM നഷ്ടമാവുകയാണ്. അപ്പോൾ നമുക്ക് 2024 കാസർഗോഡ് നിന്ന് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. സിറ്റിംഗ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഇക്കുറി ഇറങ്ങുമ്പോൾ ഇടതുപക്ഷം അവൈലബിൾ ബസ്സിനെയാണ് അവിടെ ഇറക്കുന്നത്. MV ബാലകൃഷ്ണൻ CPIM, അദ്ദേഹം ജില്ലയിൽ മുഴുവൻ സംഘടനാ പ്രവർത്തനത്തിലൂടെ പരിചിതമായ ആ ഒരു സാന്നിധ്യമായി മാറുന്നു. ML അശ്വിനിയാണ് BJPയുടെ ഇത്തവണത്തെ സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന് പറയാവുന്ന ചെറുപ്പക്കാരിയായ ML അശ്വിനി BJPക്ക് വേണ്ടി ഇറങ്ങുന്നു കാസർഗോട്ട്. 2019 തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് കാസർഗോഡ് വിധി എഴുതിയത്? രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയത്തിലേക്ക് എത്തിയ വഴി നോക്കിയാൽ 4,74,961 വോട്ടുകൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പിടിക്കുമ്പോൾ KP സതീഷ് ചന്ദ്രനായിരുന്നു അന്ന് ഇടത് സ്ഥാനാർത്ഥി. 4,34,523 വോട്ടുകളാണ് സതീഷ് ചന്ദ്രന് കിട്ടിയത്. രവീശ തന്ത്രി കുണ്ടാറായിരുന്നു NDAക്ക് വേണ്ടി ഇറങ്ങിയത്. 1,76,049 വോട്ടുകൾ കുണ്ടാർ പിടിക്കുന്നു. ഭൂരിപക്ഷം 40,438. വോട്ട് ശതമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള വോട്ട് അന്തരം അത്ര വലിയ അന്തരമല്ല. അതുകൊണ്ട് തന്നെ മറികടക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുമുണ്ട്. UDF-ന് 43.50 കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് വിഹിതം. LDF-ന് 39.80, NDAക്ക് 16.13%. നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഒരു തുടർഭരണം പിണറായി വിജയൻ സർക്കാരിന് നൽകുമ്പോൾ കാസർഗോഡിന്റെ അതിലെ പങ്ക് എത്രത്തോളമായിരുന്നു എന്ന് കൂടി നോക്കാം. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി ഈ മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ തൃക്കരിപ്പൂരും പയ്യന്നൂരും കല്യാശ്ശേരിയും കാഞ്ഞങ്ങാടും ഉദുമയും ചുവന്നു കിടക്കുമ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡും മാത്രമാണ് UDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മണ്ഡലത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് 5-2 ഈ 5-2 ഇത്തവണ LDF-ന് പ്രതീക്ഷ നൽകുമോ? സാമുദായിക വോട്ടുകൾ കൂടി തുണച്ചാൽ പ്രതീക്ഷ വയ്ക്കാം എന്നുള്ളതാണ് വസ്തുത. സാമുദായിക വോട്ടുകൾ എങ്ങനെയാണ് കാസർഗോഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ 57.8% കാസർഗോട്ടുള്ളത്. ക്രിസ്ത്യൻ വോട്ടുകൾ 11.3%. മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനമാണ് കാസർഗോട്ട്. 30.8% മുസ്ലിം വോട്ടുകൾ കാസർഗോഡ് മണ്ഡലത്തിലുള്ളത്. മറ്റുള്ളവർ എല്ലാം ചേർന്ന 0.1%. സപ്തഭാഷാ സംഗമഭൂമി എന്നൊക്കെ നമ്മൾ സാഹിത്യാത്മകമായി പറയുമെങ്കിലും കാസർഗോഡ് ഇക്കുറി ആരെ തുണയ്ക്കുണ്ട് സാർ? നോക്കൂ, ഇപ്പം 2019 രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ഇറങ്ങുമ്പോൾ, കാസർഗോഡ് ഇറങ്ങുമ്പോൾ ഒരു പ്രതീക്ഷയും രാജ്മോഹൻ ഉണ്ണിത്താനില്ല. സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസിലൊരു ചാവേറായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പം MA ബേബിക്കെതിരെ അതെ, അത് MA ബേബിക്കെതിരെ കുണ്ട്രയിൽ മത്സരിച്ചിട്ടുണ്ട്. അതേപോലെ തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ജയിക്കാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവുമല്ല. പക്ഷേ 2019 ശരിക്കും പറഞ്ഞാൽ ശുക്രൻ തെളിയുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു സംഭവമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ സംഭവിച്ചത്. അതിന് ഞാൻ പറഞ്ഞില്ലേ, വിവിധ ഘടകങ്ങൾ ആ കാലത്ത് 2019 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശബരിമലയും രാഹുൽ ഗാന്ധിയും കൂടി ചേർന്ന് അങ്ങ് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആനുകൂല്യവും ലഭിച്ച നേതാവാണ്. ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് വടക്കേ അറ്റത്ത് പോയി മത്സരിക്കുകയാണ്. ആ മത്സരിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ആകപ്പാടെ അവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്നത് ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്ത് കാസർഗോഡ് അദ്ദേഹത്തിന് പക്ഷേ ഗുണമായി കേട്ടോ. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് ആളുകൾ അങ്ങനെയാണ്, TVയിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വേരോട്ടവും ഇല്ലാത്തൊരു നേതാവ്. അതേസമയം P കരുണാകരൻ പോലുള്ള പ്രമുഖരായ നേതാക്കൾ, CPM നേതാക്കൾ എത്രയോ തവണ അവിടെ നിന്ന് മത്സരിച്ച് തുടർച്ചയായി വിജയിച്ചു വന്നിട്ടുള്ള ഒരു മണ്ണാണ്. പക്ഷേ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വർക്ക് ചെയ്തു. ഇനി ഈ പറയുന്ന ഒരിക്കൽ കൂടി ആ ഘടകം വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാ സർവേകളും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു അഡ്വാൻറ്റേജ് അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പെർഫോമിംഗ് MP ആയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ നേരത്തെ ഉള്ളവർ പെർഫോം ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ചുകൂടി എൻ്റെ സ്വന്തം മണ്ഡലമാക്കി അതിനെ നഴ്സ് ചെയ്യുക എന്നുള്ളൊരു രീതി രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ സ്ത്രീ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നത് ഏതെങ്കിലും തരത്തിൽ NDAക്ക് ഗുണമാകുമോ? അവർ വളരെ ആക്റ്റീവാണ്, ഏതെങ്കിലും തരത്തിൽ അത് ഗുണമാകുമോ? ഈ കുണ്ടാറിന്റെ അത്ര സ്വീകാര്യത കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയായി കാണുന്നില്ല. പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കുകയാണ് അവരെ എന്നുള്ള സൂചനകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒന്നുകിൽ മഞ്ചേശ്വരത്ത് അല്ലെങ്കിൽ കാസർഗോഡ് നിർത്തി ജയിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഈ ഉണ്ണിത്താൻ അനുകൂലവും പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഫാക്ടറുണ്ട്, ശബരിമലയുണ്ട്, അതോടൊപ്പം തന്നെ പെരിയ ഇരട്ടക്കൊല അതൊരു പ്രധാനപ്പെട്ട ഘടകമായി ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കോൺഗ്രസിൽ ചില ഭിന്നതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിലും ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റുമാരുടെ മുറുമുറുപ്പൊന്ന് ഒതുക്കിയിട്ടേ ഉള്ളൂ. അതെ, ലീഗ് അവിടെ വളരെ ശക്തമാണ്. ലീഗിന്റെ പിന്തുണ പൂർണ്ണമായും ഉണ്ണിത്താനൊപ്പം ഉണ്ട് എന്നുള്ള ലീഗിന് ഉണ്ണിത്താൻ പ്രധാനപ്പെട്ട അനുകൂലമായ ഒരു ഘടകമാണ്. മറ്റൊന്ന് ഇപ്പോൾ തെയ്യക്കാലമാണല്ലോ. അപ്പോൾ തെയ്യക്കാലത്ത് അവിടെ തറവാടുകളിൽ തെയ്യം നടക്കും. അപ്പോൾ തെയ്യം ഓരോ തറവാട്ടിലും തെയ്യം നടക്കുന്ന തീയതി അടക്കം കുറിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ആ സമയമാകുമ്പോൾ അവിടെ പോകും. അപ്പോൾ അവിടുത്തെ വീട്ടുകാരെയും അവിടെ വരുന്ന കുടുംബം മുഴുവൻ പിടിക്കുകയാണ്. അപ്പോൾ അത് ഒരു നല്ല തന്ത്രമായി അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. അത് ഒരു വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അത് ഞാൻ പറഞ്ഞത്. ഈ മണ്ഡലത്തെ നഴ്സ് ചെയ്യുന്നതിനകത്തൊരു വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് അവിടെ തന്നെ ഉണ്ടാവുക, എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, നോക്കൂ, ലീഗിന് വലിയ
എന്താ പറയുക ശക്തി അവിടെ ഉണ്ട് എങ്കിലും ഒരിക്കൽ പോലും ഒരു മുസ്ലിം MP അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അവിടുന്ന് വിജയിച്ച് വന്നവരൊക്കെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അത് പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദു വോട്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഒപ്പം തന്നെ ലീഗിൻ്റെ ഒരു ശക്തമായ പിന്തുണയോട് വരുന്നു എങ്കിൽ ഈ പറയുന്ന ബാലകൃഷ്ണൻ MP ബാലകൃഷ്ണന് അത്ര എളുപ്പമല്ല കാസർഗോഡ് മണ്ഡലം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ രണ്ട് കോമ്പിനേഷനും വർക്ക് ചെയ്യണം. ഹിന്ദു പ്ലസ് മുസ്ലിം വോട്ട് അവിടെ ഇൻടാക്റ്റ് ആയിട്ട് UDF MP ബാലകൃഷ്ണൻ പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുമോ, മണ്ഡലത്തിലെ ഒരു സ്വീകാര്യത, അതും ഒരു ഫാക്ടറായി നിൽക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായിട്ടാണ്. പാർട്ടി പക്ഷേ അവിടെ നല്ല ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു ഈ കണ്ണൂരിന്റെ ഭാഗമായ പയ്യന്നൂർ, കല്യാശ്ശേരി ഒക്കെ അവിടെ വലിയ തോതിൽ വോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിച്ചേക്കും എന്നുള്ളൊരു സൂചനകൾ അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ 12,000-ൽ താഴെ പോയിട്ടുണ്ട്, 20,000-ൽ താഴെ പോയിട്ടുണ്ടായിരുന്നു പയ്യന്നൂരിൽ. ഭൂരിപക്ഷം 40,000-ൽ പരം 12,000-ലാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ വോട്ട് കുറഞ്ഞ സ്ഥലങ്ങൾ അതൊക്കെ എന്താ വെച്ചാൽ MP യോടുള്ള എതിർപ്പ്, കുറച്ചു കാലമായി ഒരേ MP ആയിരുന്നല്ലോ, അതൊരു പ്രധാന ഘടകമായി കാസർഗോഡ് ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. നമുക്ക് എന്തായാലും കാസർകോട്ടെ സ്ഥിതി കാത്തിരുന്ന് കാണാം. നിലവിൽ ഒരു അഡ്വാൻറ്റേജ് രാജ്മോഹൻ ഉണ്ണിത്താനാണ് സിറ്റിംഗ് MP തന്നെ നൽകുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഈ പറയുന്ന കണക്കുകളും സമുദായ സമവാക്യങ്ങളും അവിടെ അനുകൂലമായി നിൽക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന് ഒരു അനുകൂലമായ ട്രെൻഡ് തന്നെയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു വന്നാൽ, കാസർഗോഡിൽ നിന്ന് വിജയിച്ചു വന്നാൽ അതൊരു അത്ഭുതകരമായ വിജയമല്ല. അതേസമയം ബാലകൃഷ്ണൻ അവിടെ വിജയിച്ചാൽ അത് നിശ്ചയമായും ഒരു വലിയ അട്ടിമറി തന്നെയായിരിക്കും. നിലവിൽ അതിനുള്ള സാധ്യതയില്ല.